ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിലഭിനയിക്കുന്ന ലീഗ് വീരാൻ എന്ന കഥാപാത്രത്തെ ചെയ്ത ആളാണ്. നല്ല കാര്യങ്ങൾ. അപ്പം അദ്ദേഹത്തിന് 2 വാക്ക് സംസാരിക്കാനായി ഞാൻ വേദിയിൽ ക്ഷണിക്കുകയാണ് സ്നേഹപൂർവ്വം. എൻ്റെ സ്വന്തം പേരിലും ഹിമയുടെ പേരിലും അതുപോലെ നമ്മുടെ യൂട്യൂബ് ഫാമിലി കൂട്ടായ്മയുടെ പേരിലും. അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഭൂരിപക്ഷം ആളുകളും ഒരു നേരപ്പോക്കിന് മാത്രം ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്കിടയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു തല്ലുമാല ടീമിൻ്റെ ഇതുപോലുള്ള സ്ഥാപനത്തിലെ സന്ദർശനത്തിന് ആദ്യമായിട്ട് ഇവിടെ ഇടയ്ക്കിടെ സന്ദർശിക്കാറുണ്ടെന്നും ഇവിടുത്തെ ആളുകളുമായിട്ട് സംവദിക്കുകയും അവർക്ക് സന്തോഷം പകരുകയും ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. അതിലൊക്കെ ഉള്ള സന്തോഷവും അഭിനന്ദനവും പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന സ്ഥാപനത്തിൽ ഇവിടെ താമസിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ എല്ലാവർക്കും ഏകദേശം നല്ല ധാരണ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു കാലത്ത് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നേരത്തെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ടീമൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചു പഠിക്കുമ്പോൾ ഉന്നയിച്ചൊരു സംഗതിയാണ്. ഒരു 10-20-25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ ഈ വൃദ്ധസദനങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ് ഒരു വലിയ വാർത്തകൾ തോന്നി. പല നാടുകളിലും പ്രത്യേകിച്ച് യൂറോപ്യൻ നാടുകളിലും ഉണ്ടായിരുന്ന വൃദ്ധസദനങ്ങൾ നമ്മുടെ കേരളത്തിൽ വരാൻ പോകുന്നു എന്നുള്ള രൂപത്തിലൊക്കെ വർത്താൻ പറയുന്നൊരു വിഷയമുണ്ടായിരുന്നു. അന്ന് അതൊക്കെ ഒരു എന്താ പറയുക ഒരു നെഗറ്റീവായിട്ട് കാണുകയും ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ വൃദ്ധസദനം എന്നുള്ള പേരിട്ടിട്ടാതെ തന്നെ ശരിക്ക് ഇത് സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഈ കാലത്ത് ഇതൊരു നിർബന്ധമാണ് എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയും ആൻഡ്രോയിഡ് ഐഫോണുകളൊക്കെ നിലവിൽ വന്നതിന് ശേഷം ബന്ധങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ നമുക്കറിയാം. നമ്മുടെ വീടുകളിലുള്ള ബന്ധങ്ങളുടെ തന്നെ അവസ്ഥകളൊക്കെ നമുക്കറിയാം. അപ്പം ഈ വീടുകളിലുള്ള പ്രായം ചെന്ന ആളുകളുടെ അവസ്ഥ എത്രമാത്രം അവരെ പരിഗണിച്ചാലും മക്കളാണെങ്കിലും പേരമക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ആരാണെങ്കിലും എത്രമാത്രം അവരെ പരിഗണിച്ച് സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാലും അവരുദ്ദേശിക്കുന്ന ഒരു സന്തോഷം പലപ്പോഴും അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ശരിക്കൊരു പഠനം നടത്തേണ്ടതാണ്. അപ്പോൾ ഒരേ ഗ്രൂപ്പിലുള്ള ആളുകൾ കൂടുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം, ചെറിയ കുട്ടികളാണെങ്കിലും 10 വയസ്സ് ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിലും അവർ ഈ ഒരു പരിപാടി ഇതുപോലുള്ള 2-3 സ്ഥലങ്ങളൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. പ്രായത്തിൻ്റെ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ അവിടെയുള്ള പല ആളുകളുമായിട്ട് സംസാരിച്ച് അവരുടെ കഥകളൊക്കെ ഞാൻ പലതും കേട്ടിട്ട് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത പല കഥകളും ആണ്. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലുള്ള കഥകളാണ് അതിൽ നിന്നൊക്കെ കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ ഒരു മെയിൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ പിന്നെ സിനിമാ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലുള്ള അടുത്ത ഒരു ഉദ്ദേശമാണ് ഇത്തരം ആളുകളുടെ ജീവിതം പ്രധാന വിഷയമാക്കിക്കൊണ്ടൊരു ഷോർട്ട് സിനിമ എങ്കിലും നടത്തണം. ഞാൻ 2023 എൻ്റെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു. ആരെങ്കിലും കണ്ടിരുന്നോ? ആകാശം കടന്നു കണ്ടിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ ജീവിതം, അവരുടെ കുടുംബങ്ങളുടെ ജീവിതം, അവരുടെ മാതാപിതാക്കളുടെ ജീവിതം പ്രധാന വിഷയമാക്കിക്കൊണ്ട് ഇറക്കിയിട്ടുള്ളൊരു സിനിമയാണ്. ഇവിടെ വണ്ടൂരൊക്കെ കളിച്ചിട്ടുണ്ട് തിയേറ്ററിലൊക്കെ. അങ്ങനെ ഒരു സിനിമ ഇറക്കാനുള്ള കാരണം അതുപോലുള്ള അങ്ങനെയുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരു വേള ഈ പ്രായം ചെന്നവരെക്കാൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുള്ള വീടുകൾ, ആ വീടുകളിൽ നടക്കുന്ന അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ മാനസിക വേദനകളൊന്നും ഒരു പരിധി വരെ പുറം ലോകം അറിയില്ല. കാരണം ആ വീടിൻ്റെ ഉള്ളിൽ എരിഞ്ഞ് പുകഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ, അത്തരം ജീവിതങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ പൊട്ടുകൾ പെറുക്കിയെടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സിനിമയായിരുന്നു. അതൊരു തിയേറ്റർ സിനിമ ആണെങ്കിൽ പോലും ഒരു കൊമേഴ്ഷ്യൽ സിനിമ അല്ലാത്തത് കൊണ്ട് തന്നെ, ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട സിനിമ ആയതുകൊണ്ട് തന്നെ അത്തരം കുടുംബങ്ങളും അതുപോലെ ഇത്തരം ജീവിതങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് ഇടയിലൊക്കെ വലിയ അംഗീകാരം കിട്ടിയിട്ടുള്ള സിനിമയാണ്. നിങ്ങൾക്ക് കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അത് യൂട്യൂബിലുണ്ട്. ആകാശം കടന്ന് ഫുൾ മൂവി എന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റും. ആ സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു ചിന്തയാണ്, അടുത്തൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സാധ്യതകൾ ഒത്തു കിട്ടിയാൽ ഇത്തരം സ്ഥാപനങ്ങളിൽ ജീവിതത്തിൻ്റെ ഏകദേശം അന്ത്യത്തോടടുത്ത് നിൽക്കുന്ന പ്രായം ചെന്നിട്ടുള്ള ആളുകളുടെ കഥകൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ അധികം സംസാരിക്കാൻ പറ്റുന്നുണ്ടോ?
അല്ലല്ല ബസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒറ്റ നോട്ടത്തിൽ കാണുന്ന വിഷയങ്ങളായിരിക്കും നമ്മൾ അവരുടെ ജീവിതത്തിന്റെ അകത്തളങ്ങളിലേക്ക് ചെന്ന് നോക്കുന്നത്. ഞാനിങ്ങനെ ഒരു സ്ഥാപനം സന്ദർശിച്ചതിൽ അവിടെയുള്ള അധികവും ഒരു 90% ആളുകളെയും വീട്ടുകാർക്ക് ഭാരമായതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിട്ടുള്ള ആളുകൾ. അതേസമയം അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിലേക്ക് കുട്ടികൾ, സ്വന്തം മക്കൾ ഇത്തരം രക്ഷിതാക്കളെ കൊണ്ടുവന്ന് തള്ളേണ്ട ഒരു സാഹചര്യം ഈ രക്ഷിതാവ് തന്നെ അവരുടെ ചെറുപ്പകാലത്ത് ഉണ്ടാക്കി തീർത്ത കാരണമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു രക്ഷിതാവിന് ആരോഗ്യമുള്ള സമയത്ത്, അവരുടെ യുവത്വ സമയത്ത് ഈ രക്ഷിതാവിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ രക്ഷിതാവുള്ളത് കൊണ്ട് ജീവിതം നരകതുല്യമായിട്ട് മാറിപ്പോയിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളുടെയും അവിടുത്തെ കുട്ടികളുടെയും അദ്ദേഹത്തിന് അങ്ങനെയുള്ള ആളുകളുടെ ഭാര്യമാരെ കുറിച്ചിട്ടുള്ള കഥകൾ കേട്ടു. അങ്ങനെ കഥകൾ കേട്ട് നോക്കുമ്പോൾ ഇയാൾ നരകിക്കേണ്ട ആളാണെന്ന് വരെ തോന്നിപ്പോകുന്ന രൂപത്തിലുള്ള ക്രൂരമായിട്ടുള്ള പെരുമാറ്റങ്ങളും ക്രൂരമായിട്ടുള്ള ഒരു വീട്ടിലെ അന്തരീക്ഷവും സൃഷ്ടിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണങ്ങൾ രണ്ടുമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ സംഗതി തള്ളുന്നതായിരിക്കും. ഒരു പക്ഷേ അങ്ങനെ തള്ളുന്നതിന്റെ കാരണം ബോധിപ്പിക്കാൻ കുട്ടികളുടെ അടുത്തുണ്ടാവും, ന്യായമായ കാരണങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കഥകളൊക്കെ വെച്ച് രണ്ടും വെച്ചിട്ട് ഇൻഷാല്ലാ ഒരു സിനിമ അടുത്ത് തന്നെ ചെയ്യാം. എന്നോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എൻ്റെതായിട്ടുള്ള ഒരു രീതി വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികൾ ഇങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് മാത്രമാണ്. നമ്മളെ മരിച്ചു പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം ചെയ്തതാണ് എന്നുള്ളതൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഓരോരുത്തർക്കും, അതൊക്കെ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും കയ്യിൽ ക്യാമറ ഉണ്ട്. അപ്പോൾ പണ്ടത്തേതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, പണ്ടൊക്കെ നമുക്ക് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ചെന്നൈയിലോ എറണാകുളത്തോ പോയിട്ട് ഡയറക്ടർമാരുടെ കാല് പിടിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് അഭിനയിച്ച് കാണണമെങ്കിൽ ഒരു സ്റ്റാൻഡ് മതി, അത് മൊബൈൽ അവിടെ കുത്തി നിർത്തിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മുമ്പ് ഒന്ന് അഭിനയിക്കാം. കഥ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാം, പാട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പാടാം എന്ന് പറഞ്ഞാൽ ഇതിനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഒരുപാട് റീൽസുകൾ ഉണ്ടാക്കിയിട്ട് തമാശക്ക് വേണ്ടിയിട്ടാണെങ്കിൽ തമാശക്ക് വേണ്ടിയിട്ട് റീൽസ് നിന്നോട്ടെ, കാരണം അതൊക്കെ ഒരു മാനസിക ആനന്ദമാണ്. ഒന്നുമില്ലാത്ത റീൽസ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ വീഡിയോസും റീൽസുകളൊക്കെ ഇത്തരം ചെറിയ എന്നാൽ വലിയതായിട്ടുള്ള ഗൗരവപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ, സമൂഹത്തിന് നല്ല പാഠങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഇത് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ള കാരണം നിങ്ങൾ ആ ഫീൽഡിലുള്ള ആളുകളായതുകൊണ്ടാണ്. നമ്മളിൽ നിന്നൊരു നന്മയുടെ ഒരു വെളിച്ചം, ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഒരു എന്താ പറയുക, ഒരു മാറ്റം സാധിച്ചാൽ നമ്മൾ വിചാരിക്കും സിനിമയിലൂടെ എന്ത് മാറ്റങ്ങളാണ് ഇവിടെ വരുത്താൻ സാധിക്കുക, സിനിമയിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ വരും എന്നുള്ളതിന്റെ ഉദാഹരണങ്ങൾ എനിക്ക് തന്നെ അനുഭവങ്ങളുണ്ട്, ഒരുപാട് സംഗതികളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഹോം സിനിമയായിട്ട് നഷ്ടപരിഹാരം എന്ന് പറഞ്ഞു. നഷ്ടപരിഹാരത്തിൽ സാമ്പത്തിക ഇടപാടുകളെ അവിടെ ആ വിഷയം മുൻനിർത്തിയിട്ടുള്ള ഒരു വിഷയമായിരുന്നു. ആ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പല ആളുകളും അതിൻ്റെ ഡയറക്ടറെ വിളിച്ചു പറഞ്ഞു, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ഇത്രമാത്രം ഗൗരവമുള്ള സംഗതിയാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയായിരുന്നു. അതുകൊണ്ട് ഇന്ന് മുതൽ ഞങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ എഴുതി വളരെ ക്ലിയറാക്കി വെക്കുന്ന ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ള സംഗതിയാണ്, പക്ഷേ അതൊരു ഗൗരവപരമായിട്ടുള്ള സംഗതിയാണ്. ഒരു മനുഷ്യൻ ഏത് സമയത്ത് എവിടെ വെച്ച് മരണപ്പെട്ടു പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അതേസമയം ആൾ മരിച്ചാൽ ആൾ കൊടുക്കാൻ വാങ്ങാനുള്ള ബാധ്യതകളും കണക്കുകളൊക്കെ രേഖപ്പെടുത്തി വെക്കുക എന്ന് പറഞ്ഞത് അതിന് ശേഷം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഗതിയാണ്. അതുപോലെ രണ്ടാമത്തെ ഒരു ഹോം സിനിമ ഉണ്ടായിരുന്നു ഭരണ വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞു. ആ ഭരണ വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ സിനിമ സ്ത്രീധനത്തിനെതിരെയായിരുന്നു. ഇപ്പോൾ സ്ത്രീധനമൊന്നുമില്ല, അപ്പോൾ സ്ത്രീധനമില്ലാതെ തന്നെ പെൺകുട്ടികൾ കിട്ടാത്ത ഒരവസ്ഥയാണ്. അപ്പൊ അന്നത്തെ കാലത്ത് 2000-ലൊക്കെ സ്ത്രീധനത്തിന്റെ സമയത്ത് ഈ സിനിമ കണ്ടിട്ട് ഒരുപാട് യുവാക്കൾ ഞങ്ങൾ സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പൊ ഇങ്ങനെയുള്ള ചില വീഡിയോസിലൂടെയൊക്കെ സിനിമകളിലൂടെയൊക്കെ മനുഷ്യന്റെ മനസ്സിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ചിന്തകൾ ഇട്ട് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ വലിയ വലിയ ഡയറക്ടർമാരുടെ പിന്നാലെ പോകണ്ട, നിങ്ങളുടെ ഒക്കെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന വിഷയങ്ങൾ ഉണ്ടാവും. ചെറിയ ചെറിയ റീൽസുകളാണെങ്കിൽ പോലും നമ്മളൊക്കെ കാണുന്ന റീൽസുകളിലൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാതെ കൊള്ളുന്ന വിഷയങ്ങൾ ഓരോരുത്തർ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വിനോദങ്ങൾക്കിടയിലും നേരമ്പോക്കുകൾക്കിടയിലും ഒക്കെ ഉള്ള റീൽസുകളിലും വീഡിയോസിലും ഒക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി വന്നിട്ട് ജനങ്ങളുടെ ശ്രദ്ധ ഇത്തരം കാര്യങ്ങളിലും കൂടി മാറ്റാൻ സാധിച്ചാൽ നമ്മുടെ ഈ ഒരു റീൽസ് ലൈഫ് അതിന് അപ്പോഴേ ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങളൊക്കെ കാണാൻ സാധിച്ചതിലുള്ള ഒരു സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടും ഇനിയും നമുക്ക് കാണാൻ ഇടയുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു. കാതോർത്തു നിൽപ്പൂ കടൽ പക്ഷി പാടും പാട്ടും കേൾക്കാം.
കണ്ണീർ കായലിലേതോ കടലാസിന്റെ തുണി അറിയും അത്ര മെയിൻറ്റെയിൻ വെൽ മെയിൻറ്റെയിൻ സ്ഥാപനം. നമ്മൾ വീണ്ടും ഹിമയിലെ കൂടിയിരിക്കുകയാണ്. ഇത് എത്ര കൊല്ലായി നമ്മൾ മൂന്നാമത്തെ കൊല്ലം അല്ലേ? ഓക്കെ. അപ്പം ഒരുപാട് സന്തോഷം. ഇനിയും ഇതുപോലെ നമുക്ക് ഒരുമിച്ച് കൂടാൻ ഈ ഒരു കൂടൽ തന്നെയാണ് നമ്മുടെ സ്നേഹം അല്ലെങ്കിൽ ഒരു ഐക്യം എന്നൊക്കെ പറയുന്നത് അല്ലേ? ഇപ്പോൾ പുസ്തകം പറഞ്ഞ പോലെ തന്നെ ഒരു ഇരുട്ടിൽ കൊണ്ട് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു 100 ഇരുട്ടിൽ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും? ചൂടാക്കാൻ പറ്റും. അപ്പോൾ ഒരു ബലം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒരു ബലം തന്നെയാണ് നമ്മുടെ ഒരു ഗ്രൂപ്പും അതുപോലെ തന്നെ നമ്മുടെ ഹിമ എന്ന് പറയുന്ന ഒരു സ്ഥാപനവും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. തുടരെയുള്ള എല്ലാവരും പറഞ്ഞ ആളുകൾ പറഞ്ഞ പോലെ തന്നെ വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നാം എല്ലാവരും കാലഘട്ടത്തിലുള്ളത്. ഇതിൻ്റെ മുൻനിരയിൽ, അതായത് നമ്മളൊന്നും ഇവരെ കുറിച്ച് ചിന്തിക്കാത്തപ്പോഴും വീട്ടിലുള്ള ഓരോ സമയത്തിനെ കുറിച്ച് ഇവിടുത്തെ ഉസ്താദന്മാരെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ KL മലപ്പുറം ശ്രീ റജീന. അപ്പോൾ ഒരു നിറഞ്ഞ കയ്യിൽ കൊടുക്കുന്നത്. കാരണം ഇതിന് മുന്നിൽ നിന്നിട്ട് ഇതിനോട് പരിപാടി ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ പല തിരക്കുകൾ നടക്കുന്ന മനുഷ്യന്മാരാണ്. നമ്മളെ തിരക്കുകളൊന്നും കയ്യിലില്ല, എല്ലാവർക്കും തിരക്കില്ല. ഇത് കല്യാണം, നാളെ സൽക്കാരം, മറ്റന്നാ അങ്ങനെ പരിപാടി, ഇങ്ങനെ പരിപാടി, അത് കഴിഞ്ഞാൽ വേറെ പരിപാടി. പക്ഷെ KLയിൽ എന്ത് തിരക്കുണ്ടെങ്കിലും ഓൾ ഈ ഒരു പരിപാടി എല്ലാ വർഷവും അതിൻ്റെതായിട്ടുള്ള ടൈമിൽ നടത്താൻ വേണ്ടിയിട്ട് മുന്നിട്ട് നിൽക്കലുണ്ട്. ആ ഒരു പരിപാടി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പല ആളുകളും അത്രയും ദൂരത്തിൽ വരെ ബസ്സും ഓട്ടോറിക്ഷ വിളിച്ച് വന്നിട്ടുള്ളത്. അതായത് ഇതിലൊരു ചാരിറ്റി കൂടി ഉണ്ടെന്ന് അറിയുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഒരു മീറ്റപ്പാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എത്രത്തോളം ആൾക്കാർ ഇതിൽ കൂടിക്കൊള്ളുന്നില്ല. എന്തായാലും KLയുടെ ഹൃദയത്തിന് നന്ദി. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സംഭവത്തിൻ്റെ ഭാരവാഹികളായിട്ടുള്ള എല്ലാവരോടും, അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ പറ്റിയൊക്കെ അഭിനയിച്ച പണ്ടത്തെ ടെലിഫിലിമ നമ്മുടെ സിദ്ദീഖാൻ്റെ വലിയ കഥാപാത്രങ്ങളൊക്കെ അഭിനയിച്ച നഷ്ടപരിഹാരം കൊടുക്കും എൻ്റെ വലിയൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ. കാരണം എറണാകുളം ടൗണിലൊക്കെ ഷൂട്ടിംഗ് നടന്ന സമയത്ത് നമ്മൾ വലിയൊക്കെ കാര്യം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മുമ്പ് ഭാഷയാണ് കയറിയാണ് സ്കൂളിലെ ആ ടൈമിൽ നമുക്കത് പരിചയപ്പെട്ടു. എന്തായാലും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഈ ഒരു പരിപാടിയോട് സംഘടിപ്പിക്കാൻ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുകയാണ്. നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യമാണ്. എൻ്റെ മുമ്പ് KL നടത്തിയില്ല. മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ വന്നിട്ടുള്ളത്. മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഇന്ന് കല്യാണ കുടുംബത്തിൽ ഉണ്ടായിട്ട് കൂടി അത് ഒഴിവാക്കി എത്തണം നമ്മളെ ഹിമ പോലുള്ള. കാരണം ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ ഇങ്ങനെ യൂട്യൂബ് ബേസിൻ്റെ കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ 2-3 കൊല്ലപ്പോഴാണ് നമ്മളെ കുടുംബത്തിലുള്ള മറ്റുള്ള ആളുകളെ ഇതുപോലത്തെ, അതേപോലെ ഹിമ പോലത്തെ, അതേപോലെ നമ്മുടെ ക്യാൻസർ സെൻ്റർ പോലത്തെ നമ്മളിങ്ങനെ ടൂറായി ഇതിലൊക്കെ പോയിട്ട് പെരുന്നാൾക്കും മറ്റു കുളത്തിലൊക്കെ ടൂറുകളും മറ്റൊക്കെ പോകും. അപ്പോൾ ഇതുപോലത്തെ ഒരു സെൻ്ററിലേക്ക് വന്നുകൊണ്ട് കാണിച്ചു കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ കുടുംബങ്ങളെല്ലാവരും, അപ്പോൾ എല്ലാവർക്കും ഈ അവസരത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആശംസിക്കുന്നു. അറിയാൽ കിളിപ്പെണ്ണു പാടി അതു കേട്ടുറങ്ങാതെ ഞാനും അറിയാതെ പാടിയായി അഴുതി മഴയിൽ അരിയുമ്പോഴും അഴകിൻ നിറവിൽ അരിയുന്നു മനത്തെ വച്ചിരുന്നും അമ്പിളി താഴ്ത്തിറങ്ങിറങ്ങി താമര പൂങ്കുളത്തിൽ തണുപ്പിൽ നീതി കഴിച്ചിരുന്നേ തെന്നിൽ വന്നതും പൂരഞ്ഞുവോ പൂരഞ്ഞതും ഇളം തെന്നിൽ മെല്ലെ വന്നുവോ കടകഥയല്ലയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.